ഏതൊരു സാധനവും നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ലൈഫ് ഉണ്ടാവില്ല. അത് റിലേഷൻഷിപ്സ് ആണെങ്കിലും കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു സ്പൂണാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. സോ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വുഡൻ ഐറ്റംസ് ലാസ്റ്റ് ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ ബ്രേക്കേജ് ഇഷ്യൂസൊക്കെ വന്നിട്ട് ചീത്തായി പോവാണ് അല്ലെങ്കിൽ ഒഴിവാക്കാറാണ് പതിവ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ്സ് യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ സ്ഥിരമായിട്ട് കാണാറുണ്ട്. പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്കും കുറച്ചധികം ടൈം എടുത്തു, ലൈക്ക് ഒരു 2 years ഒക്കെ. സോ ഇതുപോലുള്ള ബ്രേക്കേജ് ഇഷ്യൂസ് വുഡൻ ഐറ്റംസിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കുഞ്ഞു ട്രിക്കാട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റ്സിൽ ഒരുപാട് വുഡ് ഓയിൽസ് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം മിനിമം ഒരു 24 hours റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. സോ ഈ ബ്രേക്കേജ് ഇഷ്യൂസിന് നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടാവും.